മൂഷികവാഹന മോദകഹസ്ത ചാമരകർണാ വിലംബിത സൂത്രവാമനരൂപ മഹേശ്വരപുത്ര വിഘ്നവിനായക പാദാ നമസ്തേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം കുംഭമാസ ഫലമാണ്. കുംഭമാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രക്കാർക്കുള്ള ജീവിതം, ആരോഗ്യം, കരിയർ, ധനം, ജോലി എന്നീ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരമുള്ള മാറ്റങ്ങളൊക്കെയാണ് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് ശ്രദ്ധേയമാണ്. കുംഭമാസം 1-ാം തീയതി ആരംഭിക്കുന്നത് ഫെബ്രുവരി 13-ാം തീയതി മുതൽ മാർച്ച് 14-ാം തീയതി വരെയാണ് കുംഭമാസം. ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തിക സുരക്ഷിതത്വവും അതേപോലെ തന്നെ വളരെ വലിയ മാറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ മാസത്തിലെ ഗ്രഹനില മിഥുന വ്യാഴവും ചിങ്ങത്തിൽ കേതുവും, ചന്ദ്രൻ ധനുവിലും കുജൻ മകരത്തിലും, സൂര്യൻ ബുധൻ ശുക്രൻ സർപ്പി കുംഭത്തിലും, ശനി മീനത്തിലുമാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പ്രകാരം 12 രാശികളിലുള്ള 27 നക്ഷത്രക്കാർക്കുള്ള ഫലം എപ്രകാരമാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ജ്യോതിഷപരമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം എന്നീ 3 നക്ഷത്രക്കാർക്ക് ഈ മാസം നിങ്ങളുടെ കരിയറിൽ നല്ല പുരോഗതിയും സാമ്പത്തിക നേട്ടവുമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും സമാധാനവുമൊക്കെ തേടിയെത്തും. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെല്ലാം തന്നെ വളരെയേറെ ഗുണകരമായി മാറുന്ന ഒരു മാസമാണ്. ആരോഗ്യകാര്യത്തിൽ ഒട്ടും നിസ്സാരമായി കാണരുത്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. മറ്റുള്ള എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു മാസമാണ്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക 2, 3, 4 പാദം, രോഹിണി മകീരത്തിൻ്റെ 1, 2 പാദം എന്നീ 3 നക്ഷത്രക്കാർക്ക് നിക്ഷേപങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതുകൂടാതെ തന്നെ കരിയറിൽ മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തും. ആരോഗ്യ പ്രശ്നത്തിന് പെട്ടെന്ന് തന്നെ പരിഹാരമൊക്കെ കാണാൻ സാധിക്കും. അംഗീകാരവും പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും. മാനസിക ആരോഗ്യം മികച്ചു നിൽക്കുന്ന ഒരു മാസം തന്നെയാണ്. ആത്മീയപരമായ കാര്യങ്ങളിൽ ഈടുപാട് വർദ്ധിക്കും. ദാനധർമ്മ ചിന്തകളും ഉണ്ടാകും. പ്രണയിതാക്കൾക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഇവരെ തേടിയെത്തും. ദമ്പതികൾ തമ്മിലുള്ള ബന്ധമൊക്കെ ഊഷ്മളമാകും. മിഥുനക്കൂറിലുള്ള മകീരം 3, 4 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1, 2, 3 പാദം എന്നീ 3 നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. കരിയറിൽ നിർണായകമായ അവസരങ്ങളൊക്കെയാണ് ഇവരെ തേടിയെത്തുക. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അവയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണുന്നതിനൊക്കെ സാധിക്കും. ജീവിതത്തിൽ അനുകൂലമായ പല തീരുമാനങ്ങളും എടുക്കുന്നതിന് മികച്ച സമയമാണ്. അടുത്തത് കർക്കിടകക്കൂറിലുള്ള പുണർദം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ 3 നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം അനിവാര്യമാണ്. വിവാഹാലോചനയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് അനുകൂലമായ ബന്ധങ്ങളൊക്കെ തന്നെ വന്നു ചേരും. ആരോഗ്യ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാനൊക്കെ പരിഹാരം കാണാൻ സാധിക്കും. സാമ്പത്തിക നേട്ടം ലഭിക്കും. കുടുംബ ബന്ധങ്ങൾ ശക്തി പ്രാപിക്കും. അപ്രതീക്ഷിത നേട്ടങ്ങളും അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാനുള്ള ഇടയുണ്ട്. രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന
മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദം എന്നീ 3 നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള സാമ്പത്തിക പദ്ധതികളിൽ നിന്നൊക്കെ വിജയമുണ്ടാകും. സർക്കാർ ജോലിക്ക് സാധ്യതയേറെ കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ചെലവുകളിൽ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതുകൂടാതെ നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ശാരീരിക ക്ഷീണവും തലവേദനയും ഉണ്ടാകാനുള്ള ഇടയുണ്ട്. പ്രണയിതാക്കൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്. അടുത്തത് കന്നിക്കൂറിലുള്ള ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിരയുടെ 1, 2 പാദം എന്നീ 3 നക്ഷത്രക്കാർക്ക് അവരുടെ പലവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നൊരു സമയമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ തേടിയെത്തും. സാമ്പത്തിക നിക്ഷേപങ്ങൾ അനുകൂലമായി വരും. ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയുണ്ട്, ശ്രദ്ധിക്കുക. സ്നേഹബന്ധങ്ങൾ മികച്ചതായിരിക്കും. അടുത്തത് തുലാക്കൂറിൽ വരുന്ന ചിത്തിര 3, 4 പാദം, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദം എന്നീ 3 നക്ഷത്രക്കാർക്ക് അവരുടെ സാമ്പത്തിക നില വളരുന്നതും ചെലവുകൾ കുറയുന്നതുമായി പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. കൂടാതെ നിങ്ങളുടെ കരിയറിൽ മികച്ച നേട്ടങ്ങളൊക്കെ ലഭിക്കും. ആരോഗ്യകാര്യത്തിൽ മാനസികമായും ശാരീരികമായിട്ടും നിലനിർത്തുവാനായിട്ടൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ്. പ്രണയമൊക്കെ വളരും. പുതിയ ബന്ധങ്ങളൊക്കെ ആരംഭിക്കുവാൻ നല്ല സമയം കൂടിയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി നിരവധി അവസരങ്ങളൊക്കെ ലഭിക്കും. കരിയറിൽ നിർണായകമായ തീരുമാനങ്ങളിൽ വിജയം തേടിയെത്തും. ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു തീർക്കുന്നതിന് അനുയോജ്യമായ സമയമാണ്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. വീട്, വാഹനം എന്നിവയിലൊക്കെ ലാഭമുണ്ടാകും. കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും അനുഭവപ്പെടും. അടുത്തത് ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പാദം എന്നീ 3 നക്ഷത്രക്കാർക്ക് അവരുടെ കരിയറിൽ പുരോഗതിയും മികച്ച സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. ആത്മീയ വിഷയത്തിൽ താല്പര്യം വർദ്ധിക്കും. സഹോദര ബന്ധം ഊഷ്മളമാകും. നിങ്ങൾക്ക് ജീവിതത്തിൽ സൗഹൃദവും മാറ്റങ്ങളും സംഭവിക്കും. പൊതുവെ ഗുണാനുഭവങ്ങൾ സംഭവിക്കും. മകരക്കൂറിൽ വരുന്ന ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദം എന്നീ 3 നക്ഷത്രക്കാർക്ക് നിങ്ങളെ സാമ്പത്തിക നേട്ടങ്ങൾ തേടിയെത്തുന്ന സമയമാണ്. കൂടാതെ പുതിയ പദ്ധതികളിൽ വിജയം പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ അനിവാര്യമാണ്. സ്നേഹബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാൽ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ധാരാളം സംഭവിക്കും. തൊഴിലവസരങ്ങളൊക്കെ തേടിയെത്തും. കുടുംബ ബന്ധം ശക്തിപ്പെടും. അടുത്തത് കുംഭക്കൂറിലുള്ള അവിട്ടം 3, 4 പാദം, ചതയം, പൂരോരുട്ടാതിയുടെ 1, 2, 3 പാദം എന്നീ 3 നക്ഷത്രക്കാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വരുമാനമൊക്കെ ലഭിക്കും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നതിൽ വീഴ്ച വരുത്തരുത്. അതുകൂടാതെ നിങ്ങളുടെ കരിയറിൽ നല്ല ഉയർച്ചയും പോസിറ്റീവായിട്ടുള്ള നല്ല മാറ്റങ്ങളും ഒക്കെ ലഭിക്കും. ബന്ധങ്ങൾ സുസ്ഥിരമായി തുടരും. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ്. മീനക്കൂറിൽ വരുന്ന പൂരോരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ 3 നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്, ശ്രദ്ധിക്കുക. കരിയറിൽ പുരോഗതിയൊക്കെ സംഭവിക്കും. അതുകൂടാതെ ഒന്നിൽ കൂടുതൽ തൊഴിലുകളൊക്കെ കണ്ടെത്തും. ചെലവുകൾ അധികരിക്കും. ഇത് 27 നക്ഷത്രക്കാരുടെയും പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ ജനനകാല ജാതക പ്രകാരമുള്ള ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.